ഹലോ സ്റ്റുഡൻസ്, അടുത്തത് നമ്മൾ നോക്കുന്ന മെത്തേഡാണ് ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ. അപ്പോൾ അതിൽ ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിലും ഇതുപോലെ തന്നെ നമ്മൾ ഒരു ആട്രിബ്യൂട്ടിനെ പഠിക്കാൻ വേണ്ടി അതിൻ്റെ പല പല വേർഡ്സിലേക്ക് അതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കാണ്, ഹൗ ഈസി ഓർ ഡിഫിക്കൽട്ട് ഡിഡ് യു ഫൈൻഡ് അക്മേ പാസ്ത ടു കുക്ക്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഡിഫിക്കൽട്ടി ലെവലാണ് അവർ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെരി ഈസി എന്ന് പറയുന്നതും വെരി ഹാർഡ് എന്ന് പറയുന്നത് രണ്ട് എക്സ്ട്രീമിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പല പല സ്കെയിലുകൾ കൊടുത്തേക്കുവാണ്. ഈസി, നെയ്തർ, ക്വൈറ്റ് ഹാർഡ് എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെയൊക്കെ ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിലിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എക്സ്ട്രീമിറ്റീസ് എപ്പോഴും രണ്ട് ബൈപോളാർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് വളരെ ഈസി എന്നുള്ള രീതിയിലും ഒന്ന് വളരെ ഡിഫിക്കൽട്ട് ആണെന്നുള്ള രീതിയിലും ബൈപോളാർ ആയിട്ടുള്ള ഒരു വേർഡ്സാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. Okay, the respondents are provided with the skills having numbers and brief description associated with each category. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഐറ്റമൈസ് സ്കെയിൽ നമ്മൾ കൊടുക്കുന്നത്, ഇപ്പോൾ വെരി ഈസി എന്ന് പറയുവാണെങ്കിലും അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതെല്ലാ റേറ്റിംഗ് സ്കെയിലും നമ്മൾ കൊടുത്തിരിക്കുന്ന വേർഡ്സിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ദെൻ ദ റെസ്പോണ്ടൻസ് ആർ ആസ്ക്ഡ് ടു സെലക്ട് ഓഫ് ദ ലിമിറ്റഡ് നമ്പർ ഓഫ് കാറ്റഗറീസ്. അതിനുശേഷം അവരത് സെലക്ട് ചെയ്യുവാണ് ചെയ്യുന്നത് ഐറ്റമൈസ്ഡ് സ്കെയിലിൽ. ദെൻ അടുത്തതാണ് ന്യൂമറിക്കൽ സ്കെയിൽ. അത് സെമാൻറ്റിക്സ് ഡിഫറൻസ് സ്കെയിലുമായിട്ട് സിമിലർ ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്പർ ഓൺ 5 പോയിൻറ്റ് ഓർ 7 പോയിൻറ്റ് സ്കെയിൽ ആർ പ്രൊവൈഡഡ് വിത്ത് ബൈപോളാർ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇവിടെ ന്യൂമറിക്കൽ സ്കെയിലിലും ഈ ഒരു പറയുന്ന ഐറ്റമൈസ്ഡ് സ്കെയിൽ, സെമാൻറ്റിക് സ്കെയിലൊക്കെ പോലെ തന്നെയാണ്. പക്ഷെ അവിടെ 5 സ്കെയിൽ അല്ലെങ്കിൽ 7 സ്കെയിൽ അത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്ന സെമാൻറ്റിക് സ്കെയിലും ഐറ്റമൈസ്ഡ് സ്കെയിലും ഒന്നും നമ്പർ ഫിക്സ്ഡ് ഒന്നുമല്ല. അപ്പോൾ എത്ര വേണേലും നമുക്ക് പോയിന്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതും ഒരു ഇൻ്റർവൽ സ്കെയിൽ തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ. അപ്പോൾ അത് ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. സിമ്പിളാണ്, മറ്റ് റേറ്റിംഗ് സ്കെയിലുകളിൽ വെച്ച് നോക്കുമ്പോൾ മച്ച് മോർ സിമ്പിളാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ. ദ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ ഹെൽപ്സ് ദ റെസ്പോണ്ടൻസ് ടു മാർക്ക് ഓൺ ദ സ്കെയിൽ ദെയർ ആൻസേഴ്സ് ടു എ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് ബൈ പ്ലേസിംഗ് എ മാർക്ക് ഓൺ ദ അപ്രോപ്രിയേറ്റ് പോയിന്റ് ഓൺ ദി ലൈൻ. അടുത്തത് ഫിക്സ്ഡ് ഓർ കോൺസ്റ്റൻറ്റ് സ്കെയിലാണ്. ഇവിടെ റെസ്പോണ്ടൻസ് ആർ ആസ്ക്ഡ് ടു ഡിസ്ട്രിബ്യൂട്ട് എ ഗിവൻ നമ്പർ ഓഫ് പോയിൻറ്റ്സ് അക്രോസ് വേരിയസ് ഹെംസ്. അതായത് ഇവിടെ റെസ്പോണ്ടൻസിന് നമ്മളൊരു പോയിന്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ അതായത് ഇപ്പോൾ 5 പോയിൻ്റ് ആണെങ്കിൽ നമ്മളൊരു 5 പോയിന്റ് കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് തന്നെ നമ്മൾ പറയുവാണ് ഏതെങ്കിലും ഒരു ഫിക്സ് ചെയ്യാൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ടോയ്ലറ്റ് സോപ്പ് ഉപയോഗിക്കുന്നതുമായിട്ട് അവരുടെ ഇമ്പോർട്ടൻസ്, ടോയ്ലറ്റ് സോപ്പ് സെലക്ട് ചെയ്യുന്നതുമായിട്ട് അവരുടെ അത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് അവർ കീപ്പ് ചെയ്യുന്നത് ഒരു ടോയ്ലറ്റ് സോപ്പ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 5 പോയിന്റിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ചിലർ കളറായിരിക്കാം, ഡിസൈൻ ആയിരിക്കാം, സ്മെല്ലായിരിക്കാം, അങ്ങനത്തെ കാര്യം. പിന്നെ ചിലർ അതിൻ്റെ കണ്ടൻസ് നോക്കിയിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഏത് ഫീച്ചേഴ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 5 പോയിൻറ്റ് സ്കെയിലിലേക്ക് നമ്മൾ അതിനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് അവരോട് പറയുവാണെങ്കിൽ അതെന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് സ്കെയിലിംഗ് മെത്തേഡാണ്. ദെൻ അടുത്ത ടൈപ്പാണ് റാങ്കിങ് സ്കെയിൽ. നമ്മൾ നേരത്തെ റേറ്റിംഗ് സ്കെയിലുകളെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് റാങ്കിങ് സ്കെയിലുകളാണ്. ഇപ്പോൾ റാങ്കിങ് സ്കെയിൽ മെയിൻലി പെയർഡ് കമ്പാരിസൺ, കമ്പാരിറ്റീവ് സ്കെയിൽ, ഫോഴ്സ്ഡ് ചോയ്സ്, 3 രീതിയിലാണ് ഉള്ളത്. അപ്പോൾ അതിൽ പെയർഡ് കമ്പാരിസൺ എന്താണെന്ന് നോക്കാം നമുക്ക്. പെയർഡ് കമ്പാരിസൻ്റെ ഉള്ളിൽ റെസ്പോണ്ടൻസ് ക്യാൻ എക്സ്പ്രസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ബൈ മേക്കിംഗ് എ ചോയ്സ് ബിറ്റ്വീൻ 2 ഒബ്ജക്റ്റീവ്സ്. പെയർഡ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് അവിടെ രണ്ട് ഒബ്ജക്റ്റ്സ് ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അത് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഏത് ബെറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, ചോയ്സ് ബിറ്റ്വീൻ ന്യൂ ഫ്ലേവർ ഓഫ് എ സോഫ്റ്റ് ഡ്രിങ്ക് ഓർ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ്. ഇപ്പോൾ 2 ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഏതാണ് ബെറ്റർ എന്ന് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നമ്പർ ഓഫ് കമ്പാരിസൺസ് റെസ്പോണ്ടൻസ് മസ്റ്റ് മേക്ക് ഡിപ്പെൻഡ് അപ്പോൺ ഹൗ മെനി ഐറ്റംസ് ഓർ പ്രൊഡക്ട്സ് ആർ ഇൻ ഗ്രൂപ്പ്. അപ്പം ഒരു 10 ഐറ്റംസ് ഉള്ള ഒരു ഗ്രൂപ്പാണ്, അതിൽ ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യത്തെ 2 എണ്ണം ആദ്യം കമ്പയർ ചെയ്യുന്നു. ദെൻ അതിൽ ബെസ്റ്റ് 1 വെച്ചിട്ട് നമ്മൾ മൂന്നാമത്തെ കമ്പയർ ചെയ്യുന്നു. അങ്ങനെ കമ്പയർ ചെയ്താണ് നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ട് ഒരെണ്ണം നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ദ ഗ്രേറ്റർ നമ്പർ ഓഫ് ഒബ്ജക്റ്റ്, ദ ഗ്രേറ്റർ നമ്പർ പെയർഡ് കമ്പാരിസൺ പ്രസൻറ്റ് ടു ദ റെപ്രസെൻറ്റ്. ഇപ്പോൾ കുറേ എണ്ണമൊക്കെ ഇപ്പം ഒരുപാടുള്ള ഒബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ പെയർഡ് കമ്പാരിസൺ അത്ര പോസിബിൾ ഒന്നുമല്ല. കാരണം ഇതിങ്ങനെ കമ്പയർ ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ 50 സ്റ്റുഡൻസ് ഉള്ളൊരു ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കിന് നമ്മൾ പെയർഡ് കമ്പാരിസൺ വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 കുട്ടീനെ എടുത്ത് നമ്മൾ കമ്പയർ ചെയ്തു. ദെൻ വി ആർ സെലക്ടിങ് ദ ബെസ്റ്റ് 1. അതിനുശേഷം വീണ്ടും നമ്മൾ ആ ബെസ്റ്റ് 1 വെച്ച് മൂന്നാമത്തെ ആളെ കമ്പയർ ചെയ്തു. അങ്ങനെ കമ്പയർ ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് പെയർഡ് കമ്പാരിസണിൽ നടക്കുന്നത്. നമ്മളെപ്പോഴും കമ്പാരിസൺ ആണ് അവിടെ നടക്കുന്നത്. 2 ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് അവിടെ നടക്കുന്നത്. ദെൻ കമ്പാരിറ്റീവ് സ്കെയിൽ.
അപ്പോൾ കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറയുമ്പോൾ ഒരു ബെഞ്ച് മാർക്ക് ഓർ പോയിന്റ് ഓർ റെഫറൻസ് ടു അസസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ കറണ്ട് ഒബ്ജക്റ്റ് ഇവൻ്റ് ഓർ സിറ്റുവേഷൻ ഉണ്ട് സ്റ്റഡി. ഇപ്പോൾ കമ്പാരിറ്റീവ് സ്കെയിൽ ആകുമ്പോൾ എന്താണ്, അവിടെ നമ്മളൊരു ബെഞ്ച് മാർക്ക് കീപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബേസിസിലാണ് കമ്പാരിസൺ നടക്കുന്നത്. ദെൻ ഫോഴ്സ്ഡ് ചോയ്സ് എന്ന് പറയുമ്പോഴോ, ഫോഴ്സ്ഡ് ചോയ്സ്, സോ ഇൻ ഫോഴ്സ്ഡ് ചോയ്സ് മെത്തേഡിൽ നമ്മൾ റെസ്പോണ്ടൻസിനെ എനേബിൾ ചെയ്യുന്നു ടു റാങ്ക് ദ ഒബ്ജക്റ്റ് റിലേറ്റീവ് ടു വൺ അനദർ എമംഗ് ദ ഓൾട്ടർനേറ്റീവ് പ്രൊവൈഡഡ്. ഇപ്പം നമ്മളിവിടെ കുറച്ച് ഒബ്ജക്ട്സ് കൊടുത്തതുകൊണ്ട് അവർക്ക് നമ്മൾ ആ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ആര് ഫിക്സ് ചെയ്തതാണ്, റിസർച്ചർ ഫിക്സ് ചെയ്ത കുറച്ച് ഓൾട്ടർനേറ്റീവ്സ്, അതിൽ നിന്നും ഈ റെസ്പോണ്ടൻസ് ആർ ഫോഴ്സ് ടു സെലക്ട് വൺ എമംഗ് ദം. അതാണ് ഫോഴ്സ്ഡ് ചോയ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കുന്നു, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം, ആര്, റെസ്പോണ്ടൻസ് സെലക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ദിസ് ഈസിയർ ആൻഡ് ഫാസ്റ്റർ, പെട്ടെന്ന് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ഈസിയർ ആണ് ആർക്ക്, റെസ്പോണ്ടൻസിനെ സംബന്ധിച്ച് ഇത് ഈസിയർ ആണ്, അവർക്കത് ഓൾട്ടർനേറ്റീവ്സ് ഒന്നും സ്വന്തം കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതാണ് ഫോഴ്സ്ഡ് ചോയ്സ് എന്ന് പറയുന്നത്. ചോയ്സസ് ആര് കൊടുക്കുന്നു, ചോയ്സസ് റെസ്പോണ്ടൻസിന് നമ്മൾ റിസർച്ചേഴ്സ് കൊടുക്കുവാണ്. ദെൻ ദേ ആർ ഫോഴ്സ്ഡ് ടു സെലക്ട് വൺ എമംഗ് ദ ഗിവൺ ചോയ്സസ്. അതാണ് അവിടെ സംഭവിക്കുന്നത്, ഫോഴ്സ്ഡ് ചോയ്സിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റാങ്കിങ് റേറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ്, റാങ്കിങ് എന്ന് പറയുമ്പം നമ്മൾ ഒരു 10 ഐറ്റംസ് കൊടുത്തിട്ട് റാങ്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് പ്രിഫറൻസ് എന്ന് പറയുന്നത് 1 മുതൽ 3 വരെ റാങ്ക് ചെയ്യാനായിരിക്കാം, 1 മുതൽ 10 വരെയും റാങ്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതാണ് റാങ്കിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നോൺ കമ്പാരിറ്റീവ് സ്കെയിലാണ്. ഇപ്പോൾ നമ്മൾ കമ്പാരിറ്റീവ് സ്കെയിലാണ് കണ്ടത്. ഇനി നോൺ കമ്പാരിറ്റീവ് സ്കെയിൽസ്, അതിൽ കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ, ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ, സെമാൻറ്റിക് സ്കെയിൽ, ലിക്കേർഡ് സ്കെയിൽ എല്ലാം ഇതിലും തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുകയാണ്, ഹാവിങ് ട്രൈഡ് ദ ആക്മെ ബ്രാൻഡ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് സിറിയൽ ഫോർ 4 വീക്സ് നൗ, ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ് ബ്രാൻഡ്? ക്വസ്റ്റ്യൻ അതാണ്, അത് നമ്മുടെ ഫീലാണ്, അതായത് പെർസെപ്ഷനാണ് ചോദിക്കുന്നത്, കസ്റ്റമർ പെർസെപ്ഷനാണ് ചോദിക്കുന്നത്. ഇപ്പോൾ സ്കെയിൽ ടൈപ്പിൽ അൺഫേവറബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ഫേവറബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ബാക്കിയൊന്നും നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ വി ആർ ഗിവൻ ദ ന്യൂമറിക്കൽ വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എത്ര വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ നമ്മൾ 50 ആണ് സെലക്ട് ചെയ്തതെങ്കിൽ ദാറ്റ് മീൻസ് ന്യൂട്രൽ ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ന്യൂട്രൽ പെർസെപ്ഷനാണ് കസ്റ്റമറിന് ഉള്ളത് എന്നാണ്. ദെൻ സ്കെയിൽ ടൈപ്പ് ബിയിൽ വരുമ്പം അൺഫേവറബിൾ, ഫേവറബിൾ, അതിൻ്റെ ഇടയ്ക്ക് ഇതിൽ വാല്യൂസിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, അതായത് പോയിൻറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ. ഇപ്പോൾ കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ ദ റെസ്പോണ്ടൻസ് ആർ ആസ്ക്ഡ് ടു ഗിവ് എ റേറ്റിംഗ് ബൈ പ്ലേസിംഗ് എ മാർക്ക് അറ്റ് ദ അപ്രോപ്രിയേറ്റ് പൊസിഷൻ ഓൺ കണ്ടിന്യൂസ് ലൈൻ. The scale can be written on card and shown to the respondent during the interview. The respondent score is determined either by dividing the line into a many categories and decide and assigning the respondents to a score-based category. അപ്പോൾ ഇതിൽ കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആണ്. അതിപ്പം നമുക്ക് നോക്കാം. ഇപ്പം കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിലിൽ ഒന്നാണ് ലൈൻ മാർക്കിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ്, നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർവ്യൂ ഷെഡ്യൂളാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയറൊക്കെ ആണെങ്കിൽ അതിൻ്റെ സമയത്ത് നമുക്കിത് കാണിക്കാം. റെസ്പോണ്ടൻസിനെ നമ്മൾ കാണിക്കുന്നു, അതിനുശേഷം അവരോട് അവരുടെ ഒപ്പീനിയൻ മാർക്ക് ചെയ്യാൻ പറയുകയാണ് ചെയ്യുന്നത്. അതാണ് കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ നമ്മൾ ചെയ്യുന്നത്. അത് റെസ്പോണ്ടൻസ് തന്നെയാണ് അവിടെ മാർക്ക് ചെയ്യുന്നത്, സ്കോർ ബേസ്ഡ് ആയിരിക്കും അവർ മാർക്ക് ചെയ്യുന്നു. വിച്ച് എവർ ഓഫ് ദീസ് ഫോംസ് ഓഫ് കണ്ടിന്യൂസ് സ്കെയിൽ ഈസ് യൂസ് ദ റിസൾട്ട് ആർ നോർമലി അനലൈസ്ഡ് ആസ് ഇൻ്റർവൽ സ്കെയിൽ. അപ്പോൾ ഇൻ്റർവൽ സ്കെയിലായിട്ടാണ് കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ നമ്മൾ റിസൾട്ടിനെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ കണ്ട ലൈൻ മാർക്കിംഗ് സ്കെയിലിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തേക്കുവാണ്. അപ്പോൾ അവിടെ എന്താണ്, അതും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഡിഫറെൻറ്റ്, അതായത് ഒരു ബൈപോളാർ ആയിട്ടുള്ള വെരി ഈസി വെരി ഹാർഡ്, 2 രീതിയിലുള്ള ബൈപോളാർ ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മിഡിലിൽ വരുന്ന മെഷർമെൻറ്റ്സും ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് ലൈൻ മാർക്ക്ഡ് സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെഷർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ. റാങ്കിങ് സ്കെയിലുകളും റേറ്റിംഗ് സ്കെയിലുകളും കമ്പാരിറ്റീവ് നോൺ കമ്പാരിറ്റീവ് ആണ് നമ്മൾ കണ്ടത്.